ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തിരുവാഭരണ ഘോഷയാത്ര നടന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്ന പന്തളത്ത് എത്തിയത്. മകരസംക്രമ നാളിൽ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര പന്തളം വലിയകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. ആയിരക്കണക്കിന് ഭക്തരാണ് ഘോഷയാത്ര കാണാൻ ക്ഷേത്ര സന്നിധിയിലും പരിസരത്തും തടിച്ചുകൂടിയത്. പരമ്പരാഗത പാതയിലൂടെ സഞ്ചരിച്ച് തിരുവാഭരണ ഘോഷയാത്ര ബുധനാഴ്ച വൈകിട്ട് സന്നിധാനത്ത് എത്തി. ബുധനാഴ്ച സന്ധ്യാവേളയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധനയ്ക്കായി നട തുറക്കുമ്പോഴാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. ഡിവൈഎസ്പി PG സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സായുധ സേന ഘോഷയാത്രയുടെ സുരക്ഷയ്ക്കായി ഒപ്പമുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ 4:30യോടെയാണ് തിരുവാഭരണങ്ങൾ സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. ഉച്ചയ്ക്ക് 12 വരെ ഭക്തർക്ക് ദർശനം അനുവദിച്ചു. തുടർന്ന് ആചാരപരമായ ചടങ്ങുകൾക്ക് കൊട്ടാരം ഇളമുറ തമ്പുരാൻ, കൈപ്പുഴ പടിഞ്ഞാറേത്തളം മംഗളവിലാസം കൊട്ടാരത്തിൽ ആവട്ടുനാൾ രവിവർമ്മ രാജ നേതൃത്വം നൽകി. 12:50 തിരുവാഭരണങ്ങൾ പെട്ടികളിലാക്കി മേൽശാന്തി നീരാജനമൊഴിഞ്ഞു. രാജപ്രതിനിധി പുറത്തെത്തി ക്ഷേത്രത്തിന് വലം വെച്ച് പല്ലക്കിൽ യാത്ര തുടങ്ങി. ഈ സമയം ശ്രീകൃഷ്ണ പരുന്ന് ക്ഷേത്രത്തിന് മുകളിൽ വട്ടമിട്ട് പറന്നു. തിരുവാഭരണ പേടകം കിഴക്കേ നടയിൽ ഗുരുസ്വാമി മരുതുവന KN ശിവൻകുട്ടി ശിരസിലേറ്റി. പൂജാപാത്രങ്ങളടങ്ങുന്ന പെട്ടിയും കൊടിപ്പെട്ടിയും പേടക വാഹക സംഘാംഗങ്ങളും ശിരസിലേറ്റി 1 മണിക്ക് ഘോഷയാത്ര പുറപ്പെട്ടു. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ കുളനട, ഉള്ളന്നൂർ, ആറന്മുള വഴി അയിരൂർ, പുതിയകാവ് ക്ഷേത്രം, പെരുന്നാട് വഴി ലാഹവനം, വകുപ്പ് സത്രം, കാനനപാതയായ പ്ലാപ്പിളിയിൽ നിന്ന് അട്ടത്തോട് വഴി വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്നു വൈകിട്ടോടെ ശബരിമലയിലെത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, മുൻ മന്ത്രി പന്തളം സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീന മറോയി, അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് D വിജയകുമാർ, ജില്ലാ കലക്ടർ S പ്രേംകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് എന്നിവർ ഘോഷയാത്ര ദർശിക്കുവാൻ എത്തിയിരുന്നു.